എനിക്ക് ലോകത്തിനോട് പറയണം, ലൈക്ക് എൻ്റെ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്തു എന്നല്ല. അപ്പം ഞാൻ ഉപ്പാടെ 40ൻ്റെ ഒരു വീഡിയോ വെറുതെ ഞാൻ ബ്ലോഗാക്കിയിട്ടു. അപ്പോൾ അത് എൻ്റെ വീട്ടിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. എൻ്റെ പൊന്നോ, ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുറേ പേർക്ക് അറ്റവും മൂലം അറിയാണ്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പം LGBTQ കമ്മ്യൂണിറ്റിയിലെ മെയിൻ ആൾക്കാരാണ് ആദില നൂറ, ഈ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നവരാണ്. ഈ ഒരു റീസെൻ്റ് ആയിട്ടൊരു സംഭവം കണ്ടിട്ടുണ്ടാവും. ഫൈസൽ മലബാറിൻ്റെ വീട്ടിൽ ഹൗസ് വാമിങ്ങിന് വെലിഞ്ഞ് കയറിപ്പോയി എന്നാണ് പുള്ളി പറഞ്ഞത്. വീടൊക്കെ പുള്ളി കാണിച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പുള്ളി ഇങ്ങനെ ഇവർക്കെതിരെ ഒരു പോസ്റ്റ് ഇടുകയാണ്. അവിടെ ആദില നൂറ മാത്രമല്ല ക്യൂറായിട്ടുള്ള വ്യക്തികൾ വന്നിട്ടുള്ളത്, വേറെയും ക്യൂറായിട്ടുള്ള വ്യക്തികളുണ്ട്. അവരെയൊക്കെ പേഴ്സണലി ഇൻസ്റ്റഗ്രാം ഐഡിയിൽ നിന്ന് ഫൈസൽ മലബാറൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഫൈസൽ മലബാറാണ് ഞങ്ങളുടെ താരം എന്നൊക്കെ പറയുന്നുണ്ടാവും. അവരിനി ഫൈസൽ മലബാർ എന്നുള്ള കേക്ക് കട്ട് ചെയ്തിട്ട് മുറിക്കാം. ഓക്കെ, അപ്പം നല്ലൊരു കോൺസെപ്റ്റാണ്. ഇപ്പം ഇതിൽ പറഞ്ഞു ഇല്ല ലക്ഷ്മി പറയുന്ന പോലെ ഇല്ല. അപ്പം ലക്ഷ്മീനെ ഒരു റോൾ ആക്കാൻ ശ്രമിക്കുകയാണോ ഹേതി ഇവിടെ? ലക്ഷ്മീനെ റോൾ മോഡലാക്കാനോ? ലക്ഷ്മീനെ റോൾ മോഡലൊന്നും ആക്കുന്നില്ല. പക്ഷേ ഇല്ലാന്ന് സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ആ ഇല്ല എന്നുള്ള ഉറച്ചു നിൽക്കണം. അതുപോലെ തന്നെ ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് മസ്താനിയുടെ ഒരു കാര്യം. ആക്ച്വലി മസ്താനി ഇത്രയധികം സൈബർ ബുള്ളിങ് നേരിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. കാരണം അവിടെ റീ എൻട്രി നടത്തിയ സമയത്ത് മസ്താനി കരയുണ്ടായി, കൂട്ടുകാരില്ല, ആരും ഇല്ല, ഉണ്ടായിരുന്നവരൊക്കെ ഇട്ടെറിഞ്ഞു പോയി. അതൊരു ഫീലിംഗ് ആണ്, അത് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന. ഇപ്പം ഹേതി വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു നിലപാടാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു നിലപാട് കൊണ്ട് നെഗറ്റീവ് വരുന്നുള്ള പേടിയും കാര്യങ്ങളൊന്നുമില്ല? വരാലോ, ഡെഫിനറ്റ്ലി വരാലോ. അതും കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ വരുന്നുള്ള പേടി. കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ലതല്ലേ. കമ്മ്യൂണിറ്റി എന്നൊക്കെ എത്ര അനുഭവിച്ചിരിക്കുന്നു. നമസ്കാരം, പെയിൻ സ്റ്റെപ്പിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷാലു. ഇന്ന് എൻ്റെ കൂടെയുള്ള വ്യക്തി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്, ആക്ടിവിസ്റ്റ് ആണ്. ആൻഡ് സോ ലെറ്റ്സ് വെൽക്കം ഹേതി സാദിയ. താങ്ക് യു. എന്തൊക്കെയാണ് ഹേതി പുതിയ വിശേഷങ്ങൾ? ഞാനിപ്പം റീസെൻ്റ്ലി ഒരു റീല് കണ്ടു, ഒരു ബ്രേക്കപ്പ് സ്റ്റോറി റിലേറ്റഡ്. അപ്പം അത് ഒരുപാട് കളിയാക്കലുകളിൽ നിന്ന് ഒരു വിഷമം കൊണ്ടിട്ട റീലാന്ന് മനസ്സിലാകും. കാരണം വോയിസ് ഒക്കെ ഭയങ്കര സാഡായിട്ടാണ്. എന്താണ് അവസ്ഥ? ഈ ബ്രേക്കപ്പ് നടന്നത് 4 വർഷം മുന്നേ ആണ്. പക്ഷെ ഇപ്പോഴും അത് എനിക്ക് തോന്നുന്നു ആ റിലേഷൻഷിപ്പ് ഞാൻ പബ്ലിക് ആക്കിയതുകൊണ്ടായിരിക്കാം മേ ബി. അതിൽ നിന്ന് ആ വ്യക്തിനെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുകയും എന്നെ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു അവസ്ഥ കമൻറ്റ് ബോക്സിലുണ്ട്. കാരണം ഞങ്ങൾ രണ്ടുപേരും മ്യൂച്വലി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്കപ്പാണ് ഉണ്ടായിട്ടുള്ളത്. മ്യൂച്വലി ഡിസിഷൻ എടുത്ത് ബ്രേക്കപ്പായി കഴിഞ്ഞിട്ടും അയാൾ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. ആൾക്ക് ഇങ്ങനെ എന്താ പറയുക, പബ്ലിക്കിൽ വന്ന് ഇനി സോഷ്യൽ മീഡിയയിൽ വന്ന് ഭയങ്കരമായിട്ട് പണ്ടും ചെയ്യുന്ന ഇഷ്ടമല്ല, ഇപ്പോഴും ചെയ്യുന്ന ഇഷ്ടമല്ല. അപ്പോൾ ആളെ വിസിബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ ഇന്നെയാണ് കാണുന്നത്. അപ്പോൾ എന്നെ കാണുമ്പോൾ ആൾ കൂടെ കാണാണ്ടിരിക്കുമ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ ഇതാക്കി, ഞാൻ തേച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കാവും കിട്ടിയിട്ടുണ്ടാവുക. പക്ഷേ ഈ ആൾക്കാരുടെ മുന്നിൽ നമ്മൾ ഭയങ്കര സന്തോഷിച്ച് നമ്മൾ ഭയങ്കര ആക്റ്റീവായിരിക്കുന്നത് അവർക്ക് പിടിക്കുന്നില്ല. എന്നിട്ട് ചോദ്യങ്ങൾ ഇത് തന്നെയാണ്. ഇപ്പം ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ കല്യാണമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റീൽസും അതിൻ്റെ എന്താ പറയുക ഷോപ്പിങ്ങും ഒക്കെ ഇടുമ്പോൾ അപ്പം അതിൻ്റെ താഴെ വരുന്ന കമൻസ് ആണ്, എവിടെ നിന്റെ കൂടെ ഉണ്ടായിരുന്നവൻ എവിടെ? ഇവരൊക്കെ ഇപ്പോൾ കല്യാണം കഴിച്ചിട്ട് നാളെ ഡിവോഴ്സ് ആവാൻ വേണ്ടിയിട്ടല്ലേ? ഈ ഭയങ്കര ജഡ്ജ്മെൻ്റലായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിനുള്ളൊരു മറുപടി കൊടുത്താണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ ഞാൻ പറയട്ടെ, ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് അവനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് പറഞ്ഞ് ഉണ്ടായ പ്രശ്നങ്ങൾ പറഞ്ഞ് ഒക്കെ എനിക്ക് റീച്ച് ഉണ്ടാക്കി, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ അതൊരു കോണ്ടന്റ് ആക്കി മാറ്റിയിട്ട് ഒരു ചർച്ചാ വിഷയമാക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇത് നമ്മളെ റീസൺ എന്താ, നമ്മൾ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവാനുള്ള റീസൺ എന്താണെന്ന് അറിയാത്തതാണ് ഈ ആൾക്കാർക്ക് ഫ്രസ്ട്രേഷൻ. അപ്പം അങ്ങനെയും ഹെൽത്തി ആയിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും, അങ്ങനെയും നമുക്ക് എന്താ പറയുക മുന്നോട്ട് പോകാൻ പറ്റും, അത്രയല്ലേ. പിന്നെ അത് ഭയങ്കര പ്രൈവസി ആയിട്ടുള്ളൊരു കാര്യമല്ലേ, സന്തോഷമല്ലാത്തൊരു കാര്യമാണ് ബ്രേക്കപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സന്തോഷമായിട്ടുള്ള ഒരു ലൈഫായിരുന്നെങ്കിൽ കണ്ടിന്യൂ ചെയ്യുമല്ലോ. അപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് അവിടെ നിർത്തി. അതവിടെ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവരെ അക്സെപ്റ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ ആ വ്യക്തിയോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് വെച്ചാൽ നിങ്ങൾ പൂജയോ വഴിപാടോ എന്ത് വേണമെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി നടത്തിക്കോ, നാളും പേരും അഡ്രസ്സൊക്കെ വീട്ടിലേക്ക് അഡ്രസ്സ് പറഞ്ഞാൽ മതി, അയച്ചു തരാം. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല ഇതിൽ. ആൾക്കാർ ഭയങ്കര ജഡ്ജ്മെന്റിലാണ്. അതെ, ഇപ്പൊ സിസ്റ്റേഴ്സിന്റെ മാരേജ് എന്ന് പറഞ്ഞു, അപ്പം ഫാമിലി അക്സെപ്റ്റ് ചെയ്തോ ഹേതിനെ? അതിനെ ഫാമിലി അക്സെപ്റ്റ് ചെയ്തു. കഴിഞ്ഞ ഈ ഫെയിം സ്റ്റെപ്പിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞതിന്റെ അപ്പോൾ ഞാൻ അങ്ങനെ ഭയങ്കര സാഡായിട്ട് പറയുന്നുണ്ട്, എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, എനിക്ക് തോന്നുന്നില്ല അക്സെപ്റ്റ് ചെയ്യുന്നുള്ള കാര്യം. പക്ഷെ അതിൻ്റെ നെക്സ്റ്റ് ഡേ ഫെയിം സ്റ്റെപ്പിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഞാനിവിടെ നേരെ ജാസിയുടെ വീട്ടിലോട്ട്, ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടുന്ന്
എനിക്ക് കോള് വരുന്നു. കോള് വരുന്ന സമയത്ത് ഇത് പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് ഞാൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയി, ഭയങ്കര ഷോക്കായി. അപ്പം ഞാൻ എല്ലായിടത്തും ഇങ്ങനെ പറഞ്ഞു എനിക്കിതിൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന്. എന്നിട്ട് ഞാൻ എൻ്റെ നെക്സ്റ്റ് ഡേ വീട്ടിൽ പോയി, ഉപ്പ വിളിപ്പിച്ചു, ഉപ്പാക്ക് വയ്യാണ്ടായിട്ട് ഉപ്പ കാണണം എന്നിട്ട് വിളിപ്പിച്ചു. പിന്നെ എല്ലാം ഷടപടേന്നായിരുന്നു. കാരണം ആ അക്സെപ്റ്റൻസിലാണ് നമുക്ക് മനസ്സിലാകുന്നത്, ഓ ഫാമിലി എത്രയൊക്കെ പറഞ്ഞാലും ബ്ലഡ് ഇസ് തിക്കർ ദാൻ വാട്ടർ. അത് സത്യമാണ്. കാരണം ആ ബ്ലഡ് റിലേഷനിലുള്ള ആൾക്കാർക്ക് നമ്മളോട് ഒരു പോയിന്റ് വരെ സ്നേഹമുണ്ട്. ആ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ സൊസൈറ്റീനെ പേടിച്ചിട്ടാണ് അവരെന്ത് ചെയ്യണം, എങ്ങനെയാക്കണം. പക്ഷെ ഒരു ഉപ്പാക്ക് വയ്യാത്ത ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് ഉപ്പ വിളിപ്പിച്ചു. ഉപ്പാടെ ഫാമിലി കേട്ടോ, ഉപ്പാടെ ബ്രദേഴ്സും, അതായത് സിസ്റ്ററിൻ്റെ മക്കളൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് ഉപ്പാനെ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെയും ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. എന്നെ വന്നിട്ട് നല്ലൊരു ട്രീറ്റ്. ഞാൻ വിചാരിച്ചിരുന്നു എന്തപ്പോൾ പെട്ടെന്ന് ഉപ്പ മരിച്ചുപോയി. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു, ഉപ്പ മരിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പേരൻസ് മരിച്ചാൽ എങ്ങനെയായിരിക്കും പോയി കാണുക. പലരും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുള്ള പലരും തന്നെ അക്സെപ്റ്റൻസ് ഇല്ലാത്തവർക്ക് ഈ ഒരു ഇമോഷനല്ലേ അത്, ആ ഒരു സമയത്ത് പോയി കാണാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പ്രൊട്ടക്ഷനൊക്കെ നേടി അങ്ങനെയൊക്കെ പോകുന്നവരുണ്ട്, കുറേ സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പം എനിക്ക് അതിന് അങ്ങനെ കഷ്ടപ്പെടേണ്ടതെന്നൊക്കെ അങ്ങനെ ചിന്തിച്ചിരുന്ന സമയത്താണ് ലൈഫിൽ ഇങ്ങനെ ഒരു ലക്കിലി ഫാമിലി അക്സെപ്റ്റ് ചെയ്യുന്നത്. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം മരിച്ച സമയത്തും ഞാൻ അവിടെ അത്ഭുതപ്പെട്ടു പോയത്, അവിടെ ഫാമിലിയിൽ വന്നിട്ടുള്ള ഞാൻ ഭയങ്കര മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലി. അപ്പം എൻ്റെ അമ്മായിമാരാണെങ്കിലും ശരി, ഉപ്പാടെ സിസ്റ്ററിൻ്റെ മക്കളും എല്ലാവരും ആ ഒരു രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ അങ്ങനെ നോക്കുന്ന അവിടെ നല്ല 10-70 വയസ്സുള്ള ആൻറ്റിമാരൊക്കെ ഉണ്ട്, ഭയങ്കര അമ്മൂമ്മമാരൊക്കെ ഉണ്ട്. അവരൊക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് മോളേന്നല്ലാണ്ട് വേറെ ഒന്നും വിളിക്കുന്നില്ല, സാരല്ല മോളെ. അപ്പം എന്ത് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ, ഷാവുക്കാടെ മോളെ എവിടെ, അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ആ ഒരു മരിച്ച സമയത്ത് അവർ എവിടെയും നമ്മൾക്കൊരു സാഡ്നെസ് തരാനോ, നമ്മളെ ഒരു പഴയ ഒരു ഐഡൻറ്റിറ്റിയിൽ അഡ്രസ്സ് ചെയ്യാനോ, അല്ലെങ്കിൽ അതിൽ നമ്മളെ വിഷമിപ്പിക്കാനോ, അല്ലെങ്കിൽ അറിയാം ഈ കുട്ടിക്ക് ഇപ്പം ഇത് പറഞ്ഞാൽ വിഷമാവും, അങ്ങനെ ഒരു ഇതുമില്ല. ശരിക്കും പറഞ്ഞാൽ ആ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഫാദറിനോട് കടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഫാദർ ചേർത്ത് പിടിച്ചുകൊണ്ടാണ്, എൻ്റെ മകളാണെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടാണ് എല്ലാവരും നാട്ടിലുള്ള എല്ലാവരും ആ ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്തത്. പക്ഷെ അതിലും ഞാനാണെങ്കിൽ ഇപ്പം ഇത്രയും കാലം എന്നെ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള ആ ഒരു വിഷമത്തിൽ നിൽക്കണം. അപ്പം എൻ്റെ ഓഡിയൻസിന് ഞാൻ ഇപ്പോൾ കുറച്ച് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട്, ജോഷ് ടോക്ക് പോലുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ വീട്ടിൽ അക്സെപ്റ്റൻസ് ഇല്ലാത്തതിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും, അന്ന് ലാസ്റ്റ് കൊടുത്ത ഫെയിം സ്റ്റെപ്പിൻ്റെ ഇൻ്റർവ്യൂവിന് വരെ ഞാൻ അക്സെപ്റ്റൻസ് ഇല്ലാത്തതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റൻസ് കിട്ടിയപ്പോഴേ എനിക്ക് ലോകത്തിനോട് പറയണം, ലൈക്ക് എൻ്റെ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്തു എന്നല്ല. അപ്പോൾ ഞാൻ ഉപ്പാടെ 40ൻ്റെ ഒരു വീഡിയോ വെറുതെ ഞാൻ വ്ളോഗാക്കിയിട്ടു. അപ്പോൾ അത് എൻ്റെ വീട്ടിലുള്ളവർക്കോ നാട്ടിലുള്ളവർക്കോ ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. എൻ്റെ പൊന്നോ, ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുറേ പേർക്ക് അറ്റവും മൂലം അറിയാണ്ട് ഇട്ടിട്ടുണ്ട്. ആക്ച്വലി ഒരു 2-3 റിയാക്ഷൻ വീഡിയോ കണ്ടതിൽ എന്നെ അറിയത്തില്ല, എന്നെ പേഴ്സണലി ഹെദിസാദിയെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ തട്ടമൊക്കെ ഇട്ടിട്ട് പള്ളിയിലൊക്കെ പോകുന്ന, അങ്ങനെ ദർഗയൊക്കെ പോകണതൊക്കെ ആണല്ലോ. അപ്പോൾ ഇവർ ഇത് കണ്ടിട്ട്, ഇവൾക്കും നാളെ ഇവളെ കുട്ടികൾ ഉണ്ടോയെന്ന് എനിക്കറിയാം, ഇവളെ കുട്ടികൾക്ക് ഈ ഒരു അവസ്ഥ, ഇവള് മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മനസ്സിലാവുള്ളൂ, ഇവളൊന്നും അടിച്ച് നന്നാക്കാൻ ഭർത്താക്കന്മാരില്ലാഞ്ഞിട്ടാണ്, വീട്ടുകാരില്ലാഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നെഗറ്റീവ് ക്രിറ്റിസിസം. മേ ബി ട്രാൻസ് ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് ആകെ ഇത്രയും കാലം ഞാൻ ഈ ഫാമിലി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ ഇൻസൾട്ട് ഭയങ്കരമായിട്ട് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫേസ് ചെയ്ത ഇൻസൾട്ടിനെ എനിക്ക് ലോകത്തോട് പറയണം. കാരണം ഭയങ്കരമായിട്ട് അനുഭവിച്ചിട്ടുണ്ട് ഷാലു. ഈ ഫാമിലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ എത്ര പേര് കളിയാക്കിയിട്ടുണ്ടെന്നറിയോ? എത്ര പേര് എന്നെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്, വെറുതെ അല്ല നിൻ്റെ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്യാത്ത. അപ്പോൾ ഇവരുടെ അമ്മയുടെ കൂടെയുള്ളതും ഇവരുടെ സിസ്റ്ററിൻ്റെ കൂടെയുള്ളതും ഒക്കെ വീഡിയോസും കാര്യങ്ങളും അവരുടെ ഹാപ്പിനെസ് ഒക്കെ നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ലിറ്ററലി ഇങ്ങനെ സ്റ്റക്കായി നിന്നിട്ടുണ്ട്. കാരണം നമ്മൾ 4 പേരെ വീട്ടിൽ താമസിക്കുന്നത്. അപ്പം ഇപ്പോൾ ശ്രുതിയും നാദിരയും ദയയും 3 പേര് അക്സെപ്റ്റഡ് ആണ് വീട്ടിൽ. അപ്പോൾ ഇവർ എന്താ ചെയ്യുക, ഓണത്തിനും ക്രിസ്മസിനൊക്കെ അവരവരുടെ വീട്ടിലേക്ക് പോകും. ഞാൻ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വീട്ടിലൊറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കും, പോകാൻ ഇടയില്ലാണ്ട്. അപ്പം മറ്റേ ആകാശദൂത് സിനിമയിൽ ആ ഒരു അവസ്ഥയാണ് അത് പറഞ്ഞാൽ. അപ്പം ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു വന്ന ഒരാൾക്ക്, അപ്പം ഞാൻ അങ്ങനെ പോകുന്ന സ്ഥലം ചോദിച്ചിട്ട് പോകും. അപ്പോൾ ഫാമിലി അക്സെപ്റ്റ് ചെയ്തപ്പോൾ ഇവരൊക്കെ എന്നോട് ആകെ പറഞ്ഞിട്ടുള്ളതാണ്, എല്ലാത്തിനും ഇനി ഒറ്റയ്ക്ക് വീട്ടിലിരിക്കരുത്, പോയിക്കൊള്ളണം എന്ന്. അപ്പോൾ ഇപ്പം ഞാൻ അവരൊക്കെ പോകുന്ന സമയത്ത് വീട്ടിലേക്ക് പോകാനുള്ള ഒരു ഏജൻസി ഉണ്ട്. അപ്പോൾ എനിക്ക് അതൊക്കെ കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്ത കുറേ ഇൻസൾട്ടഡ് ആയിട്ടുണ്ട്. കുറേ ഒരു യൂട്യൂബിലൊക്കെ പലരും, ഈ കമ്മ്യൂണിറ്റിയുള്ള പലരും തന്നെ വീഡിയോസൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. ചില ട്രാൻസ് യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, അവർ പണ്ടിട്ടോ എനിക്കൊരു സൈബർ ബുള്ളിങ് ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ചില ട്രാൻസ് യൂട്യൂബേഴ്സ് ഉണ്ട്,
കസിൻസിൻ്റെ ഒക്കെ വീട്ടിലൊക്കെ പോയിട്ട് സ്വന്തം വീടാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നതെന്ന്. നമുക്ക് ആകെ കൂടെ കസിൻസിൻ്റെ വീട്ടിൽ കയറാനുള്ള ഒരു ഓട്ടോണമി ഉള്ളൂ. അതല്ലേ നമ്മളിടുക. നമുക്ക് വീട്ടിൽ അക്സെപ്റ്റ് ചെയ്യാത്തടത്തോളം കാലം. അപ്പം എനിക്കിതൊക്കെ കൂടി മനസ്സിൽ കിടക്കുന്നു. വീട്ടിൽ കയറി അപ്പം എനിക്ക് ലോകത്തോട് വിളിച്ച് പറയണം, അഭിമാനത്തോടുകൂടി ഇൻസൾട്ടഡ് ആയിട്ടുള്ളടത്ത് വിളിച്ച് പറയണം എന്നുള്ള രീതിയിൽ ഇട്ടതാണ്. പക്ഷെ കുറേ തീവ്രവാദം പിടിച്ച മനുഷ്യന്മാർ അതൊന്നും സമ്മതിച്ചില്ല. കമൻസ് വായിക്കണതിൻ്റെ പൊന്നേ, ഓഫ്. അത് കാരണം ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച്, എനിക്ക് എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു ബിലീഫിൽ, എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ മാത്രം നിൽക്കുക. അതായത് ട്രാൻസ് കമ്മ്യൂണിറ്റി അല്ല, അല്ലാതെ അക്സെപ്റ്റ് ചെയ്യുന്നത് ഏതിടത്താണോ, പള്ളിയാണെങ്കിൽ പള്ളി, അമ്പലമാണെങ്കിൽ അമ്പലം, അവിടെ നിൽക്കുക എന്നുള്ളത്. തീവ്രവാദങ്ങളിലേക്കില്ല. ഓ മൈ ഗോഡ്. ഓക്കെ. അപ്പം നമ്മുടെ ഫെയിം സ്റ്റെപ്പ് ചാനലിൻ്റെ ഇതിന് ശേഷം കോൾ വന്നതെന്ന് പറഞ്ഞു. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഫൈനലി അക്സെപ്റ്റ് ചെയ്തു. ഉപ്പയുടെ കൂടെയാണെങ്കിൽ ലാസ്റ്റ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം കളിയാക്കിയവരുടെ മുമ്പിൽ ഒരു ഉത്തരം പറയാൻ വേണ്ടി ഹേദിക്ക് പറ്റിയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനിയിപ്പം നമുക്ക് വേറെ കാര്യങ്ങളിലോട്ട് വരാമെന്നുണ്ടെങ്കിൽ, ഇപ്പം LGBTQ കമ്മ്യൂണിറ്റിയിലെ മെയിൻ ആൾക്കാരാണ് ആദില നൂറ. ഈ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നവരാണ്. ഈ ഒരു റീസെൻ്റ് ആയിട്ടൊരു സംഭവം കണ്ടിട്ടുണ്ടാവും. ഫൈസൽ മലബാറിൻ്റെ വീട്ടിൽ ഹൗസ് വാമിങ്ങിന് വെലിഞ്ഞ് കയറിപ്പോയി എന്നാണ് പുള്ളി പറഞ്ഞത്. പോയി അപ്പോൾ അവിടെ നിന്ന് കാര്യങ്ങൾ വീടൊക്കെ പുള്ളി കാണിച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പുള്ളി ഇങ്ങനെ ഇവർക്കെതിരെ ഒരു പോസ്റ്റ് ഇടുകയാണ്. സോ അതിൽ ആദില നൂർ ഒന്നും പ്രതികരിച്ചില്ല. ആ പ്രതികരിക്കാതിരിക്കുന്നതിൽ തന്നെ എത്രത്തോളം അവർ വേദനിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. സോ ആ ഒരു പോസ്റ്റ്, ഫൈസൽ മലബാർ ഇട്ട ഒരു പോസ്റ്റ് കണ്ടപ്പം ഹേദിക്ക് എന്താണ് തോന്നിയത്? അവിടെ ആദില നൂറ മാത്രമല്ല ക്യൂർ ആയിട്ടുള്ള വ്യക്തികൾ വന്നിട്ടുള്ളത്, വേറെയും ക്യൂർ ആയിട്ടുള്ള വ്യക്തികളുണ്ട്. അവരെയൊക്കെ പേഴ്സണലി ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ നിന്ന് ഫൈസൽ മലബാറൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം എന്തുകൊണ്ട് ആദില നൂറ മാത്രം പർട്ടിക്കുലർലി ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന പറഞ്ഞാൽ അവർ രണ്ട് സ്ത്രീകളാണ്. സ്ത്രീകൾ എന്ത് ചെയ്യുന്നതും അത് ഭയങ്കര പ്രശ്നമാണ് സൊസൈറ്റിക്ക്. ഇപ്പം എന്തുകൊണ്ട് ട്രാൻസ് വുമണിനെ ഇത്രയും അധിക്ഷേപിക്കുന്ന ആൾക്കാർ, ഇത്രയും കളിയാക്കുന്നത്? കാരണം ട്രാൻസ് വുമൺ ആയിട്ടുള്ള ആൾക്കാർ അതായത് മെയിൽ പെട്രിയാർക്കി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രിവിലേജിൽ നിന്നും അതിനെ വേണ്ടാന്ന് വെച്ച് ബഹിഷ്കരിച്ചിട്ട് താഴോട്ട് ഇറങ്ങി വരികയാണ്. സ്ത്രീ എന്ന അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒപ്രഷൻ നേരിടുന്ന ഒരു ഗ്രൂപ്പിലേക്ക്. അപ്പം അതാണ് ഈ സൊസൈറ്റിയുടെ പ്രശ്നം. രണ്ട് സ്ത്രീകൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ഈ ആദില നൂറ ഒരു ഗേ കപ്പിൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്ര അധികം ബുള്ളിങ് വരുമോ എന്ന് എനിക്കറിയില്ല. ആദില നൂറയ്ക്ക് അതിനുള്ള വിൽ പവർ ഉണ്ടായത് ഫോർച്ചുനേറ്റ്ലി അത് ഭയങ്കര വലിയൊരു ലക്കാണ്. പക്ഷേ ഒരാൾ ഓൾറെഡി ഒരു ചീത്തപ്പേരുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ ലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റൻറ്റ് പറഞ്ഞ ഒരു കാര്യം, വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന്. അതിനെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലാണ് ഫൈസൽ മലബാർഖാനെ പോലത്തെ ഒരാളൊക്കെ ചെയ്യുന്നത്. ശരിക്കും അവരെ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്തത് ഭയങ്കര വാം വെൽക്കമിങ് ആയിരുന്നു. അതൊരു വലിയ ഇതിനെ പൊളിച്ച് എഴുതുന്ന രീതിയിലായിരുന്നു. പക്ഷേ വെരി നെക്സ്റ്റ് ഡേ എൻ്റെ വീട്ടിൽ വന്നത് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞത്, അവർക്ക് വേണമെങ്കിൽ അവരെ മാനേജറിനെ അല്ലെങ്കിൽ സെലിബ്രിറ്റി കോർഡിനേറ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കായിരുന്നു, അല്ലെങ്കിൽ അവരെ വാൺ ചെയ്യായിരുന്നു. ആദില നൂറിനെ വിളിച്ചിട്ട് അവർ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടാണ് വന്നത്. അത് ചെയ്യുന്നത് ഭയങ്കര മോശമാണ്. പൈസ ഉണ്ടെന്ന് വെച്ചിട്ട് എന്തും ചെയ്യാം എന്നുള്ളതിൽ അർത്ഥമില്ല. പൈസയുടെ ഒക്കെ അപ്പുറത്തേക്ക് സംതിങ് കോൾഡ് ഹ്യൂമാനിറ്റി, അത് വേണം, മനുഷ്യത്വം വേണം. എന്നാലും നമുക്ക് എന്ത് പൈസ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. ഇല്ലെങ്കിൽ ഒരു നഖം കുത്തിപ്പഴുത്താൽ മതി, അതൊക്കെ പോകാൻ അത് മതി. ഇപ്പം പൈസ ഇന്ന് വരും നാളെ പോകും. പൈസ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പൈസക്കാരാവും, ഇതല്ലാതാവും. ഒക്കെ ഡിപ്പെൻസ് ഓൺ അവരുടെ ഒരു ഇൻ്റലിജൻറ്റും സ്ട്രാറ്റജിയും പോലെ ഇരിക്കും. പക്ഷേ മനുഷ്യത്വമില്ലായ്മ തന്നെയാണത്. ആ പിള്ളേരെ അത്രക്ക് അങ്ങോട്ട് അധിക്ഷേപിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പം അവളെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിച്ചവർക്കൊക്കെ അത് ഭയങ്കര സെലിബ്രേഷൻ ആയിരിക്കും. സെലിബ്രേഷൻ മൂഡായിരിക്കും. ഓ മൈ ഗോഡ്, വി ഡിഡ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സന്തോഷമായിരിക്കും. ഫൈസൽ മലബാറാണ് ഞങ്ങളുടെ താരം എന്നൊക്കെ പറയുന്നുണ്ടാവും. അവരിഞ്ഞ് ഫൈസൽ മലബാർ എന്നുള്ള കേക്ക് കട്ട് ചെയ്തിട്ട് മുറിക്കാം. ഒരു മനുഷ്യനെ ഈ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് പറയുന്നത്, ഒരാളെ വീട്ടിൽ നിന്ന് അകറ്റി അത് ആ അവസ്ഥയിൽ കടന്നു പോകണം, എന്നാലേ മനസ്സിലാവുള്ളൂ. അതിന് ആണാവണം പെണ്ണാവണം എന്നൊന്നുമില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലക്ഷ്മി ഒരു പക്ഷേ ആ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ജനറലി ആൾക്കാർ പറയുമല്ലോ, സ്വഭാവം നിൻ്റെയൊക്കെ കയ്യിലിരിപ്പ് കൊള്ളില്ല, സ്വഭാവം കൊള്ളില്ല, അതുകൊണ്ട് വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന്. അത് പറയുന്നത് ഓക്കെ. പക്ഷെ അതിനെ ഒരു കമ്മ്യൂണിറ്റിനെ ഹനിക്കുന്ന രീതിയിലാകുമ്പോൾ ജനറലൈസ് ചെയ്ത് പറയുമ്പോഴാണ് പ്രശ്നം. ഇപ്പം ഇൻഡിവിജ്വലി പറയുന്നതിന് അവന് റീസൺ ഉണ്ടെങ്കിൽ ഓക്കെ. ഇപ്പോൾ അത്രയും ഇപ്പം ഗോവിന്ദചാമിനെ പോലത്തെ ഒരു പേഴ്സൺ, സിസ്ജെൻഡർ പേഴ്സൺ, ആണുങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്, അയാളെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല, വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല. ഇപ്പം ജോളി, ഗ്രീഷ്മ അങ്ങനെയുള്ളവരൊക്കെ, അവരെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളുമോ? അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല. അങ്ങനെയുള്ള ആൾക്കാരെ, ക്രിമിനൽസിനെ പറയുന്നതിന് അർത്ഥമുണ്ട്, അല്ലാണ്ട് നിഷ്കളങ്കരായ പാവം പിടിച്ച പിള്ളേരെ പറയുന്നതിന്. പക്ഷെ എന്ന് വെച്ചിട്ട് ആദില നൂർ അവിടെ ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചതെല്ലാം 100%
അക്സെപ്റ്റബിൾ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവരാണെങ്കിലും അനുമോളാണെങ്കിലും ഒക്കെ അവിടെ കളിച്ച് അവിടെ തീർന്നു. അടുത്തൊരു ഇവൻറ്റിന് അവർ ഒരുമിച്ച് കാണുമ്പോൾ ഒരുമിച്ച് ഷോയിൽ കോണ്ടന്റ് കൊടുക്കുന്നവരാണ്, ഒരുമിച്ച് പ്രോഗ്രാം കൊണ്ടുപോകുന്നവരാണ്. അപ്പോൾ അത് അവിടെ തീർന്നു. നമ്മൾ അവർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അവർ ഒന്നാവുകയും ചെയ്യും, നമ്മൾ ഒറ്റപ്പെടുകയും ചെയ്യും. അത് വേറൊരു പോയിന്റും കൂടിയാണ്. പക്ഷെ സ്റ്റിൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള കാരണം ചെയ്തത് വളരെ മോശമാണ്. അങ്ങനെ ചെയ്യരുത്. ആ ഒരു ഫീലിങ്സ് നമ്മൾ വീടും നാട്ടുകാരൊക്കെ നമ്മളേതല്ലാത്ത തെറ്റുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് കുറേ കാലം അനുഭവിച്ച ആളാണ് ഞാൻ. ഇപ്പം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഞാൻ അതിലാണ്. കാരണം എൻ്റെ ബ്രദറൊക്കെ എന്നോട് സംസാരിച്ചിരുന്നില്ല. ഇപ്പം ഉപ്പാടെ മരണത്തിന് ശേഷം ബ്രദർ എന്നോട് സംസാരിക്കുന്നു. ഡെയിലി ഞാൻ വിളിച്ചില്ലെങ്കിലും ബ്രദറിൻ്റെ വൈഫോ എന്നെ അങ്ങോട്ട് വിളിക്കും, എന്താ മോളെ, എന്താ വിശേഷം. അപ്പോൾ എൻ്റെ ബ്രദർ എന്നെ വിളിക്കുന്ന ആ ഒരു മോളെ എന്നുള്ളൊരു വിളി ഉണ്ടല്ലോ, ഭയങ്കര ഒരു ഫീലാണത്. കാരണം 10 വർഷം എനിക്ക് കിട്ടാതെ, ഞാനും എൻ്റെ ബ്രദറും തമ്മിൽ, എൻ്റെ ബ്രദർ 7th പഠിക്കുമ്പോഴാണ് ഞാൻ ജനിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ അത്യാവശ്യം ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏജ് ഡിഫറൻസിൽ എനിക്ക് എപ്പോഴും ഒരു സെക്കൻഡ് ഫാദറിനെ പോലെ, അതൊരു ഫാദറിൻ്റെ ഒരു പ്രൊട്ടക്ഷനും സ്നേഹമൊക്കെ തന്നെയാണ് തരുന്നത്. അപ്പോൾ എനിക്ക് അത് കുറേ കാലം കിട്ടാണ്ടായിട്ട് ഇപ്പോൾ കിട്ടുമ്പോഴേ ഭയങ്കര ഒരു ജീവിക്കാനൊരു പ്രചോദനമാണ്. ആരൊക്കെയൊക്കെ ഉണ്ട്, നമ്മൾ ഒറ്റയ്ക്കല്ല. അപ്പോൾ കാര്യം ഇപ്പോൾ സൂര്യ ചേച്ചിയും വിഹാൻ ചേട്ടനും ദയൻ ഹിനയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ലൈഫിൽ, ജുമ്മൊക്കെ ഉണ്ട്. പക്ഷേ ഇവരൊക്കെ ലൈഫിലുണ്ടെങ്കിൽ പോലും ഓക്കെ ഫൈനാണ്, എല്ലാത്തിനും കൂടെയുണ്ട്. പക്ഷേ എൻ്റേത് എന്ന് പറയുന്ന എൻ്റെ ബ്ലഡ് റിലേഷനിൽ ആരെങ്കിലും ഒരാൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷെ എൻ്റെ ബ്രദറിനെ എനിക്ക് തന്നിട്ട് എൻ്റെ ഫാദർ പോയെന്നുള്ളതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത് ഭയങ്കര ഒരു ഇതാണ്. ഞാൻ എൻ്റെ വാട്സാപ്പ് മെസ്സേജ്, ഓരോ ദിവസം വരുന്ന വാട്സാപ്പ് മെസ്സേജ് ഞാൻ ജസ്റ്റ് ഒരെണ്ണം പ്ലേ ചെയ്യാം കേട്ടോ. ആ ഒരു ഡെപ്ത് കാണിക്കാനാണ്. എനിക്ക് ലോകത്തോട് വിളിച്ച് പറയണം, ഞാൻ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതല്ല, എൻ്റെ വീട്ടിൽ തന്നെ കയറ്റിയിട്ടുണ്ട്, ഞാൻ എൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം നെറ്റും ജെആർഎഫും കിട്ടിയ സമയത്താണ് അവിടെ ഇൻ്റർവ്യൂ തന്നത്. അപ്പം നെറ്റും ജെആർഎഫ് എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി ടു ഗെറ്റ്. അത് അത്രയും ഹാർഡ് വർക്ക് ചെയ്യണം, അത്രയും ഡെഡിക്കേഷൻ വേണം, അത്രയും ഇൻ്റലിജൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എനിക്കിത് ലോകത്തോട് പറയണ്ടേ എൻ്റെ ഒരു സന്തോഷം. നോക്കട്ടെ. മോളെ ഹൈദി അത് കെട്ടിട്ടോ ഭാവിക്ക്. അത് കണ്ടോ, അങ്ങനെ അത്രയും മോളെ ഹൈദി എന്നുള്ള വിളി എനിക്ക് ആ ദിവസം തുടങ്ങാൻ അത് മതി. നമ്മളെ ബ്രദറിൽ നിന്നുള്ള ഒരു അക്സെപ്റ്റൻസ്. സോ അതാണ്. ഇപ്പം ഫാമിലി അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഇടയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഒറ്റയ്ക്കാണെന്നുള്ളൊരു വാക്ക്. അപ്പം മുമ്പ് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്മിറ്റഡ് ആണെന്ന്. സ്റ്റിൽ കമ്മിറ്റഡ് ആണോ? ഇപ്പം കമ്മിറ്റഡ് ആണെന്ന് വെച്ചാൽ കമ്മിറ്റഡ് ഒക്കെ തന്നെയാണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷേ എന്ന് വെച്ചിട്ട് എനിക്ക് ലാസ്റ്റ് റിലേഷൻഷിപ്സിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, നമ്മൾ ഒരാൾക്ക്, എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് റിലേഷൻഷിപ്പിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. സ്നേഹമാണെങ്കിലും പാമ്പറിങ് ആണെങ്കിലും എന്താണെങ്കിലും. ഇപ്പോൾ ഒരു കാര്യത്തിന് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, അയ്യോ ഇല്ലല്ലേ, അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ എനിക്ക് വേണ്ടി മാറ്റി വെച്ചതൊക്കെ എടുത്ത് ഞാൻ കൊടുക്കും. ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും അവരെ പാമ്പർ ചെയ്യും. അതെൻ്റെ ഒരു സ്നേഹിച്ച അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അതിനെ മുതലെടുത്തിട്ടുണ്ട് എൻ്റെ എക്സ് റിലേഷൻഷിപ്പിലുള്ളവർ. 2 റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞ പോലെ ഭയങ്കര റിലീജിയസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഉംറയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് പൈസയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കയ്യിലുണ്ടെന്നൊക്കെ കാരണം നമ്മൾ സേവ് ചെയ്തിട്ട് വന്ന് കൈലിലൊക്കെ വരയ്ക്കുന്ന സമയത്ത് സേവ് ചെയ്ത് വെച്ച പൈസ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് നൈസായിട്ട് അത് അടിച്ചു മാറ്റാനൊക്കെ റിലേഷൻഷിപ്പിലുള്ളവരൊക്കെ നോക്കിയിട്ടുണ്ട്. എൻ്റെ മുന്നേ റിലേഷൻഷിപ്പിലുണ്ടായ 2 പേരിൽ ഒരാൾ ഒരു സ്പോർട്സ് പേഴ്സൺ ആണ്, ഫുട്ബോൾ പ്ലെയർ ആണ്. അപ്പോൾ അയാൾ ഏറ്റവും കൂടുതൽ ഇൻസൾട്ട് നേരിട്ടിട്ടുള്ള ഞാൻ ആ വ്യക്തിയുടെ അടുത്തുനിന്നാണ്. ഭയങ്കരമായിട്ട് നമ്മളെ ബുള്ളി ചെയ്യും, നമ്മളെ ബോഡി ഷേമിങ് ചെയ്യും, ആൾക്കാരുടെ ഇടയിൽ കളിയാക്കും, ഭയങ്കരമായിട്ട് പരിഹസിക്കും. എന്നാൽ നമ്മളെ അടുത്ത് നിന്ന് ഈ പറഞ്ഞ പോലെ മോണിറ്ററി ബെനിഫിറ്റ് വേണം, താനും പൈസ വേണം, അത് വേണം, ഇത് വേണം. ചിലപ്പോൾ നമ്മൾ ചില സ്ഥലത്തൊക്കെ നമുക്ക് കൊളാബ് കിട്ടുമ്പോൾ ആ കൊളാബ് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇവർക്ക് വേണം. അങ്ങനത്തെ ഒക്കെ സ്വഭാവമുണ്ട്. അപ്പോൾ അതൊക്കെ അവയിൽ ചെയ്യുകയും ചെയ്യണം. അറ്റ് ദ സെയിം ടൈം നമ്മളെ ഇൻസൾട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന ചില വാക്കുകൾ കേൾക്കുമ്പോൾ അത് ഭയങ്കര ഹൊറിബിളായിരുന്നു. അപ്പം നമുക്കറിയില്ല, നമ്മൾ വിചാരിക്കാം ഇതാണ് നോർമൽ, ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ സ്നേഹം കിട്ടും, എല്ലാവരും ഇങ്ങനെ ആയിരിക്കുന്നു. പക്ഷെ അല്ല, അതൊന്നുമല്ല. നമ്മൾ നോ പറയേണ്ട സമയത്ത് നോ പറയണം. ഇപ്പം എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ പോടാ, നിൻ്റെ അപ്പൂപ്പനെ ഞാൻ കയറി പിടിക്കും. അങ്ങനെ അതല്ല, അപ്പൂപ്പനെ കയറി പിടിക്കുന്നതല്ല, നീ പോയാൽ പണ്ടൊക്കെ ചെക്കന്മാർ പറയുമല്ലോ, നീ പോയാൽ നിൻ്റെ ചേച്ചിയില്ലേ, നിൻ്റെ അമ്മൂമ്മ അങ്ങനെയൊക്കെ പറയുമല്ലോ. അതുപോലെ നീ പോയാൽ കുഴപ്പമില്ല, നീ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് എൻ്റെ സ്റ്റാൻഡിൽ ഉറച്ച് നിൽക്കണം. എൻ്റെ എനിക്ക് നോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പം ഏറ്റവും കൂടുതൽ നോ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നത് എൻ്റെ റിലേഷൻഷിപ്പിലെ പാർട്ട്ണറിൻ്റെ അടുത്തായിരിക്കും. അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ പറഞ്ഞ വേദലക്ഷ്മി പറയുന്ന പോലെ ഇല്ല, എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഇല്ല എന്ന് പറയും. ഓപ്പോസിറ്റ് നിൽക്കുന്ന എൻ്റെ പാർട്ട്ണറുടെ അടുത്ത് പറയും. എനിക്ക് താല്പര്യമില്ലാത്തതെന്ന് വെച്ചാൽ ഞാൻ ജന്മം ചെയ്താൽ സമ്മതിക്കില്ല. അത് സമ്മതിക്കാതിരിക്കുന്ന പോയിന്റിൽ
എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വഴക്കിട്ട് കഴിഞ്ഞാൽ അപ്പം ഞാൻ എനിക്ക് വല്ല ഓൺലൈനിൽ പോയിട്ട് ഒരു സാരിയോ അല്ലെങ്കിൽ ഒരു ചുരിദാറോ അതോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും എനിക്ക് വേണ്ട മേക്കപ്പ് പ്രോഡക്ട്സ് എന്തെങ്കിലുമൊക്കെ ഞാൻ ഓർഡർ ചെയ്യും. സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ മറ്റേ ലവ് ഒരു സെക്കൻഡറി ആയിട്ട് വെക്കുന്നത്. പ്രൈമറി സെൽഫ് ലവ് ആണ്. അതാണ് ഏറ്റവും ഉണ്ടാവുക. നമ്മൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുക, അവർക്ക് വേണമെങ്കിൽ അവർ ചെയ്തോട്ടെ, പിന്നെ അവരുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാണ്ടിരിക്കുക. എന്തായാലും നമ്മളെ അവർ പൊന്നിട്ട് മൂടാനോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും അവരവരെ തന്നെയാണ് ഈ ലോകത്ത് ഇഷ്ടം. എല്ലാവർക്കും അവരവരെ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ഒരു ഫോട്ടോ എടുത്തു, ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു, ആ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് നോക്കിയാൽ നമ്മൾ ആദ്യം തപ്പുന്നത് നമ്മളെ ആയിരിക്കില്ലേ, അല്ലാണ്ട് മറ്റാളെവിടെയൊന്നും ആവില്ലല്ലോ. അപ്പോൾ ജനറലി നമ്മളെ സെൽഫായിട്ട് ലവ് ചെയ്തിട്ട് നോ പറയാൻ പഠിക്കുക. നമുക്ക് ഇഷ്ടമില്ലാത്തതിന് നോ പറ്റില്ല, ഇല്ല. ഓക്കെ, അപ്പം നല്ലൊരു കോൺസെപ്റ്റ് ആണ്. ഇപ്പൊ ഇതിൽ പറഞ്ഞു ഇല്ല ലക്ഷ്മി പറയുന്ന പോലെ ഇല്ല. അപ്പം ലക്ഷ്മീനെ ഒരു റോൾ മോഡൽ ആക്കാൻ ശ്രമിക്കുകയാണോ ഹേതി ഇവിടെ? ലക്ഷ്മീനെ റോൾ മോഡൽ ആക്കാനോ, ലക്ഷ്മീനെ റോൾ മോഡലൊന്നും ആക്കുന്നില്ല. പക്ഷേ ഇല്ലാന്ന് സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ആ ഇല്ല എന്നുള്ള ഉറച്ചു നിൽക്കണം. അപ്പം ലക്ഷ്മി പറഞ്ഞത് ശരിയാണ്, അതായത് ലക്ഷ്മിയുടെ നിലപാട് കറക്റ്റ് ആണെന്നാണ് ഹേതി പറഞ്ഞു വരുന്നത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള നിലപാടുണ്ടല്ലോ. ഇപ്പം ലക്ഷ്മിക്ക് അവർ വീട്ടിൽ കയറ്റാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് ലക്ഷ്മിയുടെ പേഴ്സണൽ സ്പേസ് ആണ്. അവിടെ ഒരാൾക്ക് കയറി ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ പോയിട്ട് ലക്ഷ്മിനെ അവിടെ കയറ്റാൻ പറ്റത്തില്ലടി, നീ ഞങ്ങളെ കയറ്റത്തില്ലടി, നീ നശിച്ചു പോടി എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമുണ്ടോ? അതുപോലെ തന്നെ ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് മസ്താനിയുടെ ഒരു കാര്യം. ആക്ച്വലി മസ്താനി ഇത്രയധികം സൈബർ ബുള്ളിങ് നേരിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. കാരണം ഇപ്പം ആ കുട്ടിയുടെ ഇൻ്റർവ്യൂ ആണെങ്കിലും ആ വ്യക്തി സംസാരിക്കുന്ന രീതിയാണെങ്കിലും ഇടുന്ന പോസ്റ്റ് ആണെങ്കിലും കാണുമ്പോൾ സത്യം പറഞ്ഞ സങ്കടം തോന്നുന്നുണ്ട്. ഇത്രയധികം കടന്നു പോകേണ്ടി വന്നല്ലോ. കാര്യം മനുഷ്യന്മാരാണ് തെറ്റ്. പക്ഷെ ഞാനും ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് ഈ മസ്താനീനെ. ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന സമയത്ത് ലക്ഷ്മിയുടെ കൂടെ നിന്നുകൊണ്ട് മസ്താനി ആദിലനൂറിനെ എഗെയിൻസ്റ്റ് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുമിച്ച് അവർ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത ആൾക്കാരല്ലേ, നോർമലൈസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയും അതിന് എഗെയിൻസ്റ്റ് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുക, അത് അത്യാവശ്യം റീച്ച് ആവുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് റീസെൻ്റ്ലി അവിടെ റീ എൻട്രി നടത്തിയ സമയത്ത് മസ്താനി കരയുണ്ടായി. കൂട്ടുകാരില്ല, ആരും ഇല്ല, ഉണ്ടായിരുന്നവരൊക്കെ ഇട്ടെറിഞ്ഞു പോയിന്ന്. അതൊരു ഫീലിംഗ് ആണ്. അത് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അവിടെ നമുക്ക് എമ്പത്തൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. ഓഫ് കോഴ്സ് അവൾ മനുഷ്യനാണ്, അവൾക്കും ജീവിക്കണം. ഈ പറഞ്ഞ പോലെ കഷ്ടപ്പെട്ടേ പറ്റൂ. കരിയറൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും ഒരു പെൺകുട്ടി? അത് ഉപ്പയൊക്കെ മരിച്ചു പോയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. എനിക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം എന്താ ചെയ്യേണ്ടത്? ഒരാൾക്ക് ഒരു അബദ്ധം പറ്റി അത് അവിടെ കറക്റ്റ് ചെയ്തിട്ട് തിരിച്ചു വരാനുള്ള ഓപ്ഷൻ ഉണ്ട്. തിരിച്ചു വന്ന് വളരെ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടല്ലോ, ജീവിക്കട്ടെ, സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അവൾക്കും ജീവിക്കാൻ അവകാശമുണ്ട്. അവൾ ഇത്രയും സൈബർ ബുള്ളിങ്, ഇനിയും സൈബർ ബുള്ളിങ് നേരിടണം എന്നൊന്നും പറയാം. ഒരാൾക്കൊരു തെറ്റ് പറ്റി, അതിനെല്ലാവരും ക്രിട്ടിസൈസ് ചെയ്തു, ഈവൻ ഞാൻ പോലും ക്രിട്ടിസൈസ് ചെയ്തു. പക്ഷെ അതിന് അയാൾ തിരുത്തി കഴിഞ്ഞു. തിരുത്തി ഇപ്പൊ നല്ലൊരു മനുഷ്യനായിട്ട് വരികയാണ്. അപ്പൊ ആ വരുന്നതിനെ ആ മാറ്റത്തെ അംഗീകരിക്കുക, ആ ഒരു നന്മയെ അംഗീകരിക്കുക, ആ മാറാൻ കാണിച്ച മനസ്സിനെ അംഗീകരിക്കുക. അതെ, ഇനി അവരെ ബുള്ളിങ് ചെയ്യുന്നതിലൊന്നും അർത്ഥമില്ല. ലക്ഷ്മിയുടെ കാര്യത്തിലേക്ക് പറയുകയാണെങ്കിൽ ലക്ഷ്മി നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ലക്ഷ്മി പറയുന്നത്, അതായത് ഇപ്പം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാതിരിക്കാനും അവരുടേതായിട്ടുള്ള പേഴ്സണൽ റൈറ്റ്സ് ഉണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ പറഞ്ഞ എല്ലാ കമ്മ്യൂണിറ്റിനെയും അംഗീകരിക്കാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ട്രാൻസ് എന്ന കമ്മ്യൂണിറ്റിയിൽ അതല്ലാതെ പുറത്ത് നിൽക്കുന്ന കുറേ കമ്മ്യൂണിറ്റികളുണ്ടല്ലോ, അതിലെല്ലാവരും ഒന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങളെ LGBT മനുഷ്യന്മാരുടെ വീഡിയോസിന് താഴെ കുറേ തീവ്രവാദികളുടെ കമൻസ് വരുന്നുണ്ട്. ഓഫ് കോഴ്സ് അത് എന്ന് വെച്ചിട്ട് നമ്മൾ പേരില്ലാത്ത മുഖമില്ലാത്ത ചിലപ്പോൾ അവർക്കുള്ള ബന്ധങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല. അവരിതിന് ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് അവർക്ക് വേറെ ഫണ്ടിങ് വരുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യന്മാരും ഉണ്ട് കേട്ടോ. അല്ലാണ്ട് ഹെൽത്തി ക്രിറ്റിസിസംസ് ഓക്കെ, ഒരു ശത്രുപക്ഷ ബഹുമാനം അത് കീപ്പ് ചെയ്യുന്നത് ഓക്കെ. ഈ പറഞ്ഞ പോലെ വേദലക്ഷ്മിയൊക്കെ ഒരു ഹെൽത്തി ക്രിറ്റിസിസം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അല്ലാണ്ട് നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് വന്നിട്ടോ അല്ലാണ്ട് നമ്മുടെ ജെൻഡറിനെ പച്ചയ്ക്ക് അധിക്ഷേപിക്കുകയോ നമ്മളെ പാസ്റ്റ് എടുത്ത് കൊണ്ടുവന്നിടുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. സോ ലക്ഷ്മിനെ റോൾ മോഡലും അങ്ങനെ ആക്കുന്നില്ല. ലക്ഷ്മി അത് പറഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ്. അല്ലെന്ന് വെച്ചിട്ട് ലക്ഷ്മിയുടെ വീട്ടിൽ കയറി തല്ലുക, ഞാൻ ലക്ഷ്മിയുടെ ഗുണ്ടായിസം കാണിക്കുക, അതൊന്നും ശരിയല്ല. അവൾ അവിടെ പറഞ്ഞു. നമ്മളൊക്കെ എന്തോരം പറയുന്നുണ്ട്, നമ്മൾ എന്തോരം പറയും. നമ്മൾ ഒഴുക്കിന് എഗെയിൻസ്റ്റ് നീങ്ങുന്നവരാണ്. അപ്പോൾ അതിന് നമ്മൾ എന്തോരം കാര്യങ്ങൾക്ക് എഗെയിൻസ്റ്റാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിനെ ലോകം അക്സെപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കാനൊന്നും പറ്റില്ല. അക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് അക്സെപ്റ്റ് ചെയ്യാം, ഇല്ലാത്തവർക്ക് അക്സെപ്റ്റ് ചെയ്യണ്ട. പക്ഷെ നമ്മളിവിടെ ജീവിക്കും. മീൻസ് നമ്മൾ പ്രൗഡായിട്ട് ഇവിടെ ജീവിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് അത് പറഞ്ഞ പോലെ ഈ ജന്മം ഭയങ്കര നാശം പിടിച്ച ശാപം പിടിച്ച ജന്മം എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ജീവിക്കുന്ന എൻ്റെ ബോഡി ഈ ബോഡിയിലാണ് എൻ്റെ സോൾ എക്സിസ്റ്റ് ചെയ്യുന്നത്.
അപ്പം എനിക്ക് എൻ്റെ സോളിനോടൊരു ഗ്രാറ്റിറ്റ്യൂഡ് വേണം, എൻ്റെ ശരീരത്തോടൊരു ഗ്രാറ്റിറ്റ്യൂഡ് വേണം. ഞാനിപ്പോൾ ജീവിക്കുന്നത് ഈ ശരീരത്തിലാണ്, എൻ്റെ ഈ ആത്മാവോട് കൂടിയാണ്. അപ്പോൾ ഇതിനെ നശിച്ചത്, സൂപ്പറെല്ലാം മോശം, ശാപം പിടിച്ചത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളിത് ജീവിച്ചേ പറ്റൂ. അപ്പോൾ എന്താ, ഇതിനെ ബ്യൂട്ടിഫുൾ ആക്കുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലേ? അപ്പം ഞാൻ ബ്യൂട്ടിഫുൾ ആക്കണം, ദാറ്റ്സ് ഇറ്റ്. അത് അവിടെ തീർന്നു. അപ്പം വളരെ അഭിമാനത്തോടു കൂടി, ഗ്രാറ്റിറ്റ്യൂഡോടു കൂടി നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ മാറും. ഓക്കെ, ഇപ്പം ഹെയ്തി വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു നിലപാടാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു നിലപാട് കൊണ്ട് നെഗറ്റീവ് വരുന്നുള്ള പേടിയും കാര്യങ്ങളൊന്നുമില്ലേ? വരാലോ, ഡെഫിനറ്റ്ലി വരാലോ. അതും കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ വരുന്നുള്ള പേടി. കമ്മ്യൂണിറ്റി എന്ന് വരുന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ലതല്ലേ. കമ്മ്യൂണിറ്റി എന്നൊക്കെ എത്ര അനുഭവിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ എന്നെ സാമ്പത്തികമായി പറ്റിച്ചിട്ടുള്ള, ഉപദ്രവിച്ചിട്ടുള്ള, അടിച്ചിട്ടുള്ള, അതൊക്കെ കമ്മ്യൂണിറ്റി എന്ന്. എനിക്ക് ഇപ്പോൾ ഈ കാണുന്ന ഹെയ്ദീനെ വാർത്തെടുത്തതിൽ ഒരു വലിയ പങ്ക് രഞ്ജു രഞ്ജിമാറിനും സൂര്യ ഐഷാനും ദയാ ഗായത്രിക്കും ഉണ്ട്. കാരണം ഞാൻ വളരെ അടിമയെ പോലെ ഒരു സർജറി ഒക്കെ കഴിഞ്ഞ് ഇനീഷ്യൽ ഫേസിൽ നമ്മൾ അങ്ങ് പെണ്ണായി പോയല്ലോ. അപ്പം അങ്ങ് അടങ്ങി ഒതുങ്ങി ഭയങ്കര നമ്മൾ സോക്കോൾഡ് എങ്ങനെയാണ് പെണ്ണുങ്ങൾ ജീവിക്കുക, അങ്ങനെ ജീവിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിൽ എറണാകുളത്തൊരു വിമൻസ് കോളേജിലൊക്കെ പഠിക്കാൻ പോയി. അങ്ങനെയാണ് ഞാൻ സെൻറ്റ് റിസർച്ചിലാണ് പഠിച്ചതൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ജീവിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ ആരോടൊന്നും പറയാതെ, ട്രാൻസ് ആണെന്നൊന്നും പറയാതെ അങ്ങനെ ഒരു ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന ഹൗസ് ഓണറിന് പോലും അറിയില്ല. പക്ഷെ അന്ന് എന്നെ ചൂഷണം, അതൊന്നും ചെറിയ ചൂഷണങ്ങളൊന്നുമില്ല. ഒരു പെൺകുട്ടിക്ക് അങ്ങനത്തെ ഗതി വരില്ലെന്നാ. എൻ്റെ പേരൻസ് പോലും എന്നെ അങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടാവില്ല. ഭക്ഷണം തരാണ്ടിരിക്കുക, അടിമേനെ പോലെ പണിയെടുപ്പിക്കുക, അടിക്കുക. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ ഇപ്പോൾ രഞ്ജു അമ്മേനെ നമുക്ക് കിട്ടുന്നതിന് തൊട്ട് മുന്നേ വരെ ഈ ഒരു വൃത്തികെട്ട ഒരു ഹിജറ സിസ്റ്റത്തിൻ്റെ ഒരു അവിടെയൊക്കെ നിന്ന്, ബാംഗ്ലൂരൊക്കെ നിന്നിട്ട് ഗുണ്ടായിസം കാണിച്ച് വന്നവർ ഇവിടെ കുറച്ച് അത് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അബദ്ധവശാൽ അല്ലെങ്കിൽ എൻ്റെ ഒരു വൾണറബിലിറ്റി കൊണ്ട് ഞാൻ ഗതികേടിൽ അതിന് പോയി പെട്ടുപോയിട്ടുണ്ടായിരുന്നു. അതിന് വിക്റ്റിമായിട്ടുണ്ടായിരുന്നു. അതിന് സർവൈവ് ചെയ്ത് വന്നാൽ എങ്ങനെയാണെന്ന് എനിക്ക് മാത്രം അറിയാം. അപ്പോൾ അതൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതല്ലേ. ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം വന്നിട്ടുള്ളതും കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ നിന്നുള്ള ആൾക്കാരുടെന്നല്ലേ. സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട്. ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, കമ്മ്യൂണിറ്റിയിൽ തന്നെ പല വിധമാണുള്ളത്. ഗേ ഉണ്ട്, ലെസ്ബിയൻ ഉണ്ട്, ബൈസെക്ഷൽ ഉണ്ട്, പാൻസെക്ഷൽ ഉണ്ട്, പിന്നെയും കുറേ എന്തൊക്കെയോ സെക്ഷുവാലിറ്റീസ് ഉണ്ട്. പക്ഷെ എൻ്റെ ഐഡൻറ്റിറ്റിയിൽ ഞാൻ നിൽക്കുന്നത് ഒരു ട്രാൻസെക്ഷൽ വുമൺ എന്നതിലുപരി എനിക്കൊരു ഫീമെയിൽ ഐഡൻറ്റിറ്റി. കാരണം നമ്മൾ സർജറി ചെയ്ത് മാറുന്നത് സ്ത്രീയാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ത്രീ എന്ന ഐഡൻറ്റിറ്റിക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പം അത് തന്നെയാണ് നമുക്ക് വേണ്ടതും. എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് എംപതൈസ് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു സർജറിയും ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടുള്ള ആൾക്കാരുടെ അടുത്താണ് കൂടുതൽ എംപതൈസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഈ പറഞ്ഞ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 1969 സ്റ്റോൺവാൾ റയോട്ട് മുതൽ ഇങ്ങോട്ടേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ സർജറി ചെയ്യാത്ത ആൾക്കാരൊക്കെ തന്നെയാണ് ഇവിടെ ഫൈറ്റ് ചെയ്ത് നേടിയെടുത്തിട്ടുള്ള വിസിബിലിറ്റി ഒക്കെ തന്നെയാണ്. അതൊക്കെ അഡ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ളവരുടെ റെസ്പെക്റ്റ് ഉണ്ട്. സർജറി ചെയ്യാത്തവരെ മോശമാക്കി പറയുന്നില്ല. പക്ഷേ എനിക്ക് എംപതൈസ് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് പെട്ടെന്ന് ഒരു മനുഷ്യനോട് കണക്ട് ചെയ്യാൻ പറ്റുന്നതും, എനിക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നതും സർജറി ചെയ്ത് പൂർണ്ണമായും മാറി ഫീമെയിൽ ഐഡൻറ്റിറ്റിയിലേക്കോ മെയിൽ ഐഡൻറ്റിറ്റിയിലേക്കോ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്താണ്. ട്രാൻസ് ഐഡൻറ്റിറ്റിയിൽ നിന്ന് ജീവിച്ചോട്ടെ, ഓക്കെ ഫൈൻ. പക്ഷേ എല്ലാവരോടും എനിക്ക് കണക്ഷൻ ഇല്ല. എൻ്റെ ചുറ്റുമുള്ളവരൊക്കെ ട്രാൻസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാർ. എനിക്ക് കമ്മ്യൂണിറ്റിയിൽ വളരെ കുറച്ച് കണക്ഷനേ ഉള്ളൂ. അത് ഞാൻ ഫിൽട്ടർ ചെയ്തെടുത്തതാണ്. അപ്പം ഇതൊന്നാമത് മാർജിനലൈസ്ഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി. അപ്പോൾ കുറച്ച് പേരെ മാത്രമേ ഞാൻ ചേർത്ത് നിർത്തിയിട്ടുള്ളൂ. പിന്നെയുള്ള കുറേ പേരൊന്നും എനിക്ക് ചേർത്ത് നിർത്താൻ പറ്റില്ല. എന്നെയും കുറേ പേര് ചേർത്ത് നിർത്തണമെന്നില്ല. നമുക്ക് നമ്മളോട് കണക്ഷൻ കിട്ടുന്ന, നമ്മളോട് ഒപ്പീനിയൻ ഓക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തല്ലേ നമുക്ക് സംസാരിക്കാനും നമുക്ക് കൂട്ടുകൂടാനും പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് ഞാൻ കൂട്ടുകൂടുന്നുള്ളൂ. അപ്പം ക്രിറ്റിസിസംസ് വരും. എനിക്ക് സൈബർ ബുള്ളിങ് എൻ്റെ വീട്ടുകാർക്ക്, എൻ്റെ ഫാമിലി, എൻ്റെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള എൻ്റെ കുടുംബമുണ്ട്, ചോസൻ ഫാമിലി, രഞ്ജു രഞ്ജിമാർ, സുരേഷ് ആനിങ് ഫാമിലി. ഇവർക്കൊക്കെ സൈബർ ബുള്ളിങ് നേരിട്ടിട്ടുള്ളതും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുള്ളതും അധിക്ഷേപങ്ങൾ നേരിട്ടിട്ടുള്ളതും കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള പലരുടെ ഭാഗത്ത് തന്നെയാണ്. സോ കമ്മ്യൂണിറ്റിക്ക് വിനയാകുന്ന സാഹചര്യമുണ്ട്. എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മാനസികമായിട്ടുള്ള ഉപദ്രവങ്ങളുണ്ടല്ലോ, ശാരീരികമായുള്ള ഉപദ്രവം ഉണ്ടായിട്ടുണ്ട് കമ്മ്യൂണിറ്റിയിലെ പല ഭാഗത്തുനിന്ന് വെച്ചിട്ട്. എന്ന് വെച്ചിട്ട് ഇത് ജനറലൈസ് ചെയ്യാനൊന്നും പറ്റില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് വീടും കൂടൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് പ്രൊട്ടക്ഷൻ കമ്മ്യൂണിറ്റി തന്നെയായിരുന്നു. അപ്പം എനിക്ക് അത് എൻ്റെയൊക്കെ ഒരു ജനറേഷൻ, ഒരു ഇപ്പം 10-28 വയസ്സായ കുട്ടികൾക്ക്, ഞങ്ങളൊരു 18 വയസ്സ് 20 വയസ്സിലൊക്കെ ഞങ്ങൾ ഇറങ്ങി വരുന്ന സമയത്ത്. പക്ഷെ ഇപ്പം നമുക്ക് പ്രൊട്ടക്ഷൻ അങ്ങനെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് ജീവിക്കണമെന്നൊന്നുമില്ല. ഗവൺമെൻറ് ഷെൽട്ടർ ഹോം ഉണ്ട്. അത്രയും ക്രൈസിസ് ആണെങ്കിൽ ഷെൽട്ടർ ഹോമിൽ പോകാം. പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കാനുള്ളൊരു സ്പേസ് കണ്ടെത്താനുള്ളൊക്കെ ഒരു അവസരമുണ്ട്. അപ്പം അതൊക്കെ ഓക്കെ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം ബി ഇൻഡിപെൻഡൻ്റ് ഓൾവേസ്, അത്ര തന്നെ. പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മളെ കമ്മ്യൂണിറ്റീനെ ഹനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല. 2 തട്ടാണ്. അതായത് കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരു 2 ഗ്രൂപ്പും 3 ഗ്രൂപ്പൊക്കെ ആയിട്ടുള്ള ഉണ്ടാവും. അപ്പം
ഇവർ ചെയ്യുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, ഇവർ ചെയ്യുന്നവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം അങ്ങോട്ട് തന്നെ കോൺഫ്ലിക്റ്റ് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും നമ്മൾ ഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ പലതും. അപ്പം അതിനെയൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ, ഓക്കെ ഓക്കെ, അതിനെ നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് വരാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം കണ്ടുവന്നിട്ടുള്ളത് ആണ് പെണ്ണെന്നായിരുന്നു. സർജറി ചെയ്ത് മാറുമ്പം ആണ് പെണ്ണായിട്ട് നിന്നിരുന്നത്. പക്ഷെ ഇതിലും വെറൈറ്റീസ് ഉണ്ട്, ഇതിലും കുറേ ഫ്ലൂയിഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് എന്നുള്ളത് കാണുമ്പോൾ ഓക്കെ അതിനെ ഉൾക്കൊള്ളാൻ നമ്മൾ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് വരികയാണ്. അങ്ങനെ. ഓക്കെ. അപ്പം ഹേതി പറഞ്ഞു വരുന്നത് സൊസൈറ്റീനേക്കാൾ കൂടുതൽ ട്രോമ അനുഭവിക്കുന്നതും നമുക്ക് പുറകിൽ നിന്ന് കുത്തുന്നതും നമുക്ക് പണി തരുന്നത് സ്വന്തം കമ്മ്യൂണിറ്റിയിലുള്ളവരെന്ന് ഉണ്ടല്ലോ, ഉണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുണ്ട്. സൊസൈറ്റിയുടെ ഭാഗമാണല്ലോ ഈ കമ്മ്യൂണിറ്റി. എടോ, നമ്മുടെ സൊസൈറ്റിയിൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഹേതിസാദിയുടെ ഒരു 10 ഹേതിസാദിയ വെർഷൻ ആയിരിക്കില്ല ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ദയഗായത്രിയുടെ ഒരു 10 ദയഗായത്രി വെർഷൻ ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിന്നേനെ. പക്ഷേ ഇത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടി മാത്രമായിട്ട് പല പാർട്ടികളുടെയും പോഷക സംഘടനയുണ്ട്. അപ്പം പൊളിറ്റിക്കൽ ഡിഫറൻസസ് വരില്ലേ? ഡെഫിനറ്റ്ലി വരില്ലേ? അപ്പോൾ ആശയപരമായിട്ടുള്ള വിയോജിപ്പുകൾ വരില്ലേ? അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മൈനോറിറ്റി ആയതുകൊണ്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ കുറച്ച് പേര് തമ്മിൽ ഭയങ്കര യൂണിറ്റി ആയിരുന്നു. അപ്പോൾ ആ കുറച്ച് പേര് മാത്രമേ മുന്നോട്ട് ആ മൂവ്മെന്റ് കൊണ്ടുവരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒരുപാട് പേരുണ്ട്. അത് തന്നെ ഭയങ്കര വെറൈറ്റി ഓഫ് ഐഡന്റിറ്റിയിൽ നിൽക്കുന്നവരുണ്ട്. അപ്പം ഇത് എല്ലാവരെയും കൂടി ബാലൻസ് ചെയ്ത് ഒന്ന് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. അങ്ങനെ ഒന്ന് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത് വാശി പിടിക്കാനും നമുക്ക് പറ്റില്ല. ഇതിലൊക്കെ പൊളിറ്റിക്കൽ ഡിഫറൻസസ് ഉണ്ട്. ഇപ്പം ഒരു കേരള ക്യൂർ പ്രൈഡ് മീറ്റിംഗ് ഒക്കെ നടത്തുന്ന സമയത്ത് അതിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരുണ്ട്. ഇപ്പം ഒന്നും വേണ്ട, ഇപ്പോൾ ഒരു പ്രൈഡ് മാർച്ച് കണ്ടക്ട് ചെയ്യണം. അപ്പം ഒരു മീറ്റിംഗ് കൂടുന്ന സമയത്ത് മെജോറിറ്റിയുടെ ഒപ്പീനിയൻ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നുണ്ടാവും, ഇടുക്കിയൊക്കെ കുറച്ച് റൂറൽ ഏരിയ ആണ്, ഇടുക്കിയിൽ എവിടെയെങ്കിലും കണ്ടക്ട് ചെയ്യാമെന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ വേണ്ട, നമുക്ക് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് കൊച്ചിയിലോ ട്രിവാൻഡ്രത്തോ. അപ്പം ഹേതി വളരെ മെച്ചുവേർഡ് ആയിട്ടാണ് നിലപാടുകൾ പറഞ്ഞത്. ഹേതിയുടെ നിലപാട് മെച്യൂരിറ്റി എന്ന് പറയല, എന്നാലും കുഴപ്പമില്ല. എൻ്റെ ഒപ്പീനിയൻ അല്ല, അത് സോഷ്യൽ സയൻസ് സ്റ്റുഡൻസ് നമ്മള് ഭയങ്കര ഇതായിട്ട്, അതായത് ഇപ്പം ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും പറയുമ്പോഴേക്കും ഞങ്ങളെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ ഒരു സാധനം കയറി പിടിക്കുന്നത്. പക്ഷെ ഹേതി അവർക്ക് അവരുടെ ഒപ്പീനിയൻ ഉണ്ട്, നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ ഉണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ചിന്തിച്ചത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് തിങ്ക് ചെയ്തു. അതന്നെ ഞാൻ പറഞ്ഞൊരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു നിലപാടിൽ തിങ്ക് ചെയ്യുന്ന ആൾ തന്നെയാണ്. സോ അല്ല, എനിക്ക് എല്ലാ സമയത്തും മെച്യൂരിറ്റി കിട്ടാറില്ല. ചില സമയത്തൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോകാറുണ്ട്. അപ്പം ഞാൻ നോക്കുന്നത് എന്താ വെച്ചാൽ, അപ്പം എനിക്ക് പറയാനുള്ള ഒപ്പീനിയൻ ചിലപ്പോൾ പറഞ്ഞു വരുമ്പോൾ അത് ഭയങ്കര പ്രശ്നമാവും. അപ്പം ഞാൻ അത് ഭയങ്കര ക്രിറ്റിസിസം, നീ അങ്ങനെ നീ ആദ്യം ഇങ്ങനെ ആയിരുന്നല്ലോ നിലപാടെടുത്ത്, ഇപ്പം ഇങ്ങനെ. ഞാൻ നിലപാട് ഭയങ്കരമായിട്ടുള്ള ആളൊന്നുമല്ല, പക്ഷേ ഇപ്പോൾ കുറച്ച് പ്രാക്ടിക്കലി ഡിപ്ലോമാറ്റിക്കലി ചിന്തിക്കാൻ തുടങ്ങി. ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഓൾവേസ് ബി പാർട്ട് ഓഫ് എ സൊസൈറ്റി. സൊസൈറ്റിയുടെ പാർട്ടാവുക, സൊസൈറ്റീനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിലാക്കിയെടുത്തോളം. ആ സൊസൈറ്റിയുടെ ഭാഗമാണ് കമ്മ്യൂണിറ്റിൻ്റെ വോയിസ് റൈസ് ചെയ്യുന്ന സമയത്ത് ജെന്യൂനായിട്ട് റൈസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതും കൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ്. അപ്പം മെച്യൂരിറ്റി മേ ബി നമ്മൾ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുന്ന സോഷ്യൽ സയൻസ് സ്റ്റുഡൻസ് ആയതുകൊണ്ടാകാം, ഇപ്പോൾ റിസർച്ച് ഒക്കെ ചെയ്യുന്നത് അതിലായതുകൊണ്ടാകാം. മേ ബി സോഷ്യൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് ഇപ്പം ആ രീതിയിൽ നമുക്ക് സോഷ്യലി കമ്മിറ്റ്മെന്റ് കാണിച്ചിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ, അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ എന്ന് പറയുന്നത്. അതെ അതെ, എക്സാക്ട്ലി. മാൻ ഈസ് ഓഫ് കോഴ്സ് എ സോഷ്യൽ ആനിമൽ. അപ്പം നമുക്ക് സൊസൈറ്റിയോട് എപ്പോഴും കമ്മിറ്റ്മെന്റ് വേണം. ഓക്കെ. അപ്പം ഹേതി ഫാമിലി അക്സെപ്റ്റ് ചെയ്തതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. അത് ഫെയിം സ്റ്റെപ്പിൻ്റെ ഇൻ്റർവ്യൂവിന് ശേഷം എന്ന് അറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ഒത്തിരി നന്ദി. താങ്ക് യു. വെൽക്കം.